നാടൊന്നാകെ ഓണം ആഘോഷിക്കുകയാണ്. പക്ഷേ ഓണം ഒരു തരത്തിലും ആഘോഷിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് നമുക്കിടയിൽ. കേരളത്തിൻ്റെ കണ്ണീരായി മാറിയ വയനാട്ടിലെയും വിലങ്ങാട്ടിലെയും ആളുകൾക്ക് ഇത് കണ്ണീരോണമാണ്. പുഞ്ചിരിയില്ലാതെ പുഞ്ചിരിമട്ടം, മണ്ണുമൂടിയ ചൂരൽമല, വിലാപഭൂമിയായി വിലങ്ങാട്, പൂക്കളവും പൂവിളിയും ഓണപ്പാട്ടുമില്ല. തൂശനില വിരിച്ച് ഓണമുണ്ണാൻ വീടില്ല. ഓണക്കോടിയുടെ പുതുമണമില്ലാതെ ഇവർക്കിത് കണ്ണീരോണം. ഒരായുസ് മുഴുവൻ സമ്പാദിച്ചതൊക്കെയും ഉരുളെടുത്തു. പ്രാണനെപ്പോലെ സ്നേഹിച്ച ഉറ്റവരും നഷ്ടമായി. ഉടുതുണി മാത്രമായി ജീവനോടെ രക്ഷപ്പെട്ടവർക്ക് അഭയം ദുരിതാശ്വാസ ക്യാമ്പും വാടക കെട്ടിടങ്ങളും ബന്ധുവീടുകളും മാത്രം. ഓണം നിരാശയുടേതാണെങ്കിലും അതിജീവനത്തിൻ്റെ പുതിയ ചുവടുവെപ്പാണിവർക്ക് ഈ കാലം. എൻ്റെ വീടും അയൽവാസികളതും എല്ലാവരും നഷ്ടപ്പെട്ടു പോയി. ഇനി അവരെല്ലാം ഒന്ന് ഒരുമിച്ച് വന്ന് കാണാൻ എനിക്കൊരു ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്. ഓണമാണ് വരുന്നത്. ഓണത്തിനനുബന്ധിച്ച് നമ്മൾ ഭയങ്കര ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തു നിൽക്കുകയാണ്. കുറേ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു പോയി. ആരൊക്കെ പോയി എന്താണെന്നൊന്നും കൃത്യമായിട്ടൊന്നും അറിയില്ല. ഉള്ളവരെല്ലാം നമ്മളൊന്ന് കണ്ട് സന്തോഷിക്കണം എന്നുള്ളൊരു മനസ്സിൽ ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ അവിടെ ചുഴലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റപ്പെട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അവിടെ ആരുമില്ല. ഒക്കെ പുതിയ ആൾക്കാരായതുകൊണ്ട് നമുക്ക് ആരും കാണാൻ കഴിയുന്നില്ല, വർത്തമാനം പറയാൻ കഴിയുന്നില്ല. എല്ലാവരും ഒരുമിച്ച് വരണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹങ്ങളുണ്ട്. അതിനനുബന്ധിച്ച് ചിലർക്ക് വീട് കിട്ടി എല്ലാവരും ഒരുമിച്ച് കഴിയുമെങ്കിൽ വളരെയധികം സന്തോഷമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദുരന്തത്തിലകപ്പെട്ടവർ പലരും വാടക വീടുകളിലാണ്. സ്വന്തമായൊരു വീടാണ് ഇവരുടെ ആവശ്യം, കൂടെ ഒരു തൊഴിലും. ഞാൻ എപ്പോഴും പേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നും ഇവിടെ വൈഫിനോട് പറഞ്ഞു, കാരണം വെച്ചാൽ എനിക്ക് എറണാകുളത്തെ ജോലി. ഇപ്പം എൻ്റെ വീട് പോയി. ഞാൻ ഡെയിലി രാവിലെ മോളെ ഇവിടുന്ന് കൽപ്പറ്റ കൊണ്ടാക്കണം, തിരിച്ച് അതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എനിക്ക് രാവിലെ 8:30 ഇപ്പോൾ 9 മണിയാകുമ്പോൾ ബസ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ 8:30 ബസ് അവിടെ നിന്ന് എടുക്കുന്നത്. 8 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. ഇവിടുന്ന് ഇറങ്ങി അവിടെ കൊണ്ടാക്കി വൈകുന്നേരം നിങ്ങൾ വിളിച്ച സമയം ഞാൻ അവിടെ ആയിരുന്നു. അവിടെ നിന്ന് കൃത്യം 5 മണിക്ക് ഓരെ തിരിച്ച് കൊണ്ടുവരണം. ഈ ഒരു സമയത്ത് എനിക്കൊരു പണിക്ക് പോകാനോ ഒരു കടയിൽ പോയി ഞാൻ പണിയെടുക്കാമെന്ന് കൂട്ടിക്കോളൂ. കൽപ്പറ്റ ടൗണിൽ ഒരു പണി കിട്ടി, കടയിൽ കിട്ടി. ഇത് രാവിലെ ഒരു 8 മണി ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് പോയി ഇറങ്ങുമ്പോൾ 2 കസ്റ്റമർ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കത് ഇറങ്ങി പോകാൻ പറ്റും. മൂപ്പര് ഇപ്പൊക്കെ ഓക്കെ ആവും. അത് ഏതൊരു വ്യക്തിയാണ് ഇപ്പോൾ ഓക്കെ ആയിരിക്കും. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഒരു അവസ്ഥ എന്തായിരിക്കും. ഒരു വേണ്ടപ്പെട്ട ഒരു കസ്റ്റമർ നിൽക്കാൻ നേരത്താണ് ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കളെക്കാളും വരുതൊന്നുമല്ല ബാക്കിയൊന്നും. അതിലേക്ക് പോകാൻ നേരത്ത് ഓരെന്താ ചിന്തിക്കുക, എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്ന ചിന്തിക്കും. അപ്പം നമ്മളെപ്പോലത്തെ ആൾക്കാർ ഒരു സുരക്ഷിതം ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത് സൗകര്യങ്ങളില്ല. മെയിൻ പ്രശ്നം അതാണ്. കാരണം വെച്ചാൽ സർക്കാർ കോട്ടേഴ്സുകൾ തരാമെന്ന് പറഞ്ഞു. ഒന്നും പോകാത്തതിനൊന്നും സർക്കാർ കോട്ടേഴ്സിലുള്ളത് ഞാൻ വ്യക്തമായിട്ട് എഴുതിത്തരാം. ഒന്നും പോകാത്തതിനൊന്നും സർക്കാർ കോട്ടേഴ്സില്ല. സർക്കാർ കോട്ടേഴ്സ് എനിക്കൊക്കെ എവിടെ പറഞ്ഞറിയോ, ഇവിടെയൊന്നല്ല, മറ്റെന്താണ് കാറാപ്പുഴ ഡാമിൻ്റെ അടുത്ത്. ദുരന്തത്തിൽ അപ്പാടെ തകർന്നത് വയനാട്ടിലെ ടൂറിസം കൂടിയാണ്. ഇത് കച്ചവട മേഖലകളെയും സാരമായി ബാധിച്ചു. ഓണക്കാലമായിട്ടും കാര്യമായ കച്ചവടമില്ല. ടൂറിസ്റ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു.
കച്ചവടമൊക്കെ പൂട്ടിപ്പോണ്ട അവസ്ഥയിലാണ് എല്ലാവരും. ഒരു പൂക്കളില്ല, ഒരു ഓണത്തിനെ പറ്റി യാതൊരു ഇതില്ല. കടകളിൽ സാധനം വാങ്ങാൻ ആൾക്കാരൊക്കെ ഒരുപാട് കിറ്റുകൾ വന്നിട്ട് ഇത് അർഹതപ്പെട്ട ആൾക്കാർക്കല്ല കിട്ടുന്നത്. കുറേ അർഹതപ്പെട്ട ആൾക്കാർ ഇതിൻ്റെ പുറകിലിരിക്കുന്നുണ്ട്, പണിയില്ലാണ്ട്. ഓണായിട്ട് പോലും പണിയില്ലാതെ എത്രയോ ആൾക്കാർ നമ്മളെ കടയിൽ വന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം തരുമെന്ന് ചോദിക്കുന്ന ആൾക്കുണ്ട്, പണിയില്ലായിരിക്കും. അതുകൊണ്ട് ഈ വയനാട് ജില്ലയിൽ ഈ ഉരുൾപൊട്ടിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, വെള്ളം കയറിയവരും അല്ലാത്തവരായിട്ട് ഒരുപാട് ആൾക്കാർക്ക് സർക്കാരും അല്ലാത്ത രീതിയിലും സാധനങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ മറ്റുള്ള കുറേ ഒരുപാട് ആൾക്കാരുണ്ട്. അത് അന്വേഷിക്കാനോ കടക്കാരെന്താണോ കച്ചവടത്തിൻ്റെ സ്ഥിതി അന്വേഷിക്കാനോ അവരൊരു കൈത്താങ്ങായി സഹായിക്കാനോ ഈ സർക്കാരോ ജനങ്ങളോ ഇന്ന് വരെ മുതിർന്നിട്ടില്ല, മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഓരോരുത്തർ കട പൂട്ടി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഒരു കാലത്ത് നിരവധി ടൂറിസ്റ്റുകൾ എത്തിയിരുന്നിടമാണ് പുഞ്ചിരിമട്ടവും മുണ്ടക്കയവും ചൂരൽമലയും. എന്നാൽ ഇന്ന് എവിടെയും പാറക്കൂട്ടങ്ങളും മൺകൂനകളും മാത്രം. ഉരുൾപൊട്ടലിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു ഏരിയ ചൂരമലയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു സ്ഥലമാണ് അട്ടമല എന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾ ക്ഷീരകർഷകരുണ്ട്, തോട്ടം തൊഴിലാളികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നമ്മൾക്കൊക്കെ ഇത് ശരിക്കും ബാധിച്ചു. ഇപ്പോൾ ഓണം വരികയാണ്. ഓണം എന്താണെന്ന് തന്നെ ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ എന്നാണ് ഓണം എന്ന് പോലും ഞങ്ങൾ മറന്നുപോയൊരു സാഹചര്യത്തിൽ ജീവിക്കുക. അപ്പം ഞങ്ങൾക്കും പുതിയ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെല്ലെ മെല്ലെ എല്ലാം ശരിയാവുമായിരിക്കും എന്നൊരു പ്രതീക്ഷയോടെ കൂടിയാണ് ഞങ്ങൾ കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു വലിയ ദുരന്തം ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ വേദനകൾ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റൊന്നും നമുക്ക് കിട്ടിയിട്ട് തന്നെ അല്ല. മൂന്ന് പ്രദേശങ്ങളെയും തിരിച്ചുപിടിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് അധികൃതരും ജില്ലാ ഭരണകൂടവും. ഇപ്പോൾ നിലവിൽ കുറച്ച് സെർച്ച് ഇപ്പോഴും നടക്കുകയാണ്. സൂചിപ്പാറ താഴെയുള്ള ഭാഗം, സൺറൈസുള്ള വാലിയുള്ള താഴെ ഡൗൺ സ്ട്രീമുള്ള ഭാഗങ്ങൾ സെർച്ച് ആവശ്യമനുസരിച്ച് തെരച്ചിൽ അങ്ങനെ നമ്മുടെ ഒരു ടീമായിട്ട് വിടുന്നുണ്ട്. അത് ആവശ്യമനുസരിച്ച് ചെയ്യുന്നുണ്ട്. ബാക്കി ഭാഗമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ വർക്ക് അഡ്മിനിസ്ട്രേഷൻ ഭാഗമായിട്ട് കളക്ടർ മുഖാന്തരം ചെയ്യുകയാണ്. മറ്റുള്ള മെൻ്റൽ റീഹാബിലിറ്റേഷനിൻ്റെ കാര്യങ്ങൾ, സൈക്കോളജിക്കൽ സപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ജന്മൈത്രി പോലീസിങ്, സോഷ്യൽ പോലീസിങ് ഭാഗമായിട്ട് ജില്ലാ തലത്തിൽ നമ്മുടെ SPC കാഡറ്റ്സ് ഉപയോഗിച്ച് നമ്മുടെ സോഷ്യൽ പോലീസിങ് ഉണ്ട് സൈക്കോളജിസ്റ്റ് ഡോക്ടർമാരുടെ സഹായത്തോടെ ഇപ്പോൾ ഒപ്പം ചിരിക്കാനുള്ള ഒരു പദ്ധതിയിൽ നമ്മൾ നടക്കുകയാണ്. അതിജീവനം എന്ന് പറയുന്നത് വളരെ വേഗതയിൽ നടക്കേണ്ട ഒരു കാര്യമായി മാറുകയാണ്. ആളുകൾക്ക് വാടക വീടുകൾ ലഭിച്ചു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റി.
പക്ഷെ എന്നാലും അവർക്ക് ആ വാടക വീട്ടിലേക്ക് വേണ്ട വീട്ടുപകരണങ്ങൾ പൂർണ്ണമായി ലഭ്യമാക്കുന്നതിൽ ഒരു കാലതാമസം നമുക്കുണ്ടായി. അതിനുശേഷം 10,000 രൂപ അടിയന്തര ധനസഹായമാണ്. ആ അടിയന്തര ധനസഹായത്തിലും നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു താമസം ഉണ്ടായി. അത് ചില രേഖകളുടെ കാര്യത്തിലും മറ്റുമൊക്കെയാണ് പറയുന്നെങ്കിലും, പക്ഷെ അതൊരു അടിയന്തര ധനസഹായത്തിൻ്റെ കാര്യത്തിൽ അത് നമുക്കൊരു വീഴ്ച വരാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷെ അതും പൂർത്തിയായിട്ടില്ല. അതും നമുക്ക് കുറച്ച് പേർക്കും കൂടി കൊടുക്കാനുണ്ടെങ്കിൽ അതും പൂർത്തിയാക്കും. അതിനുശേഷം അവരുടെ പെർമനൻ്റ് റീഹാബിലിറ്റേഷനാണ് ആരംഭിക്കേണ്ടത്. സ്ഥലം കണ്ടെത്തുക, വീട് നിർമ്മിച്ചു നൽകുക. അവർക്ക് അതിനേക്കാൾ ഉപരി അതിനോടൊപ്പം തന്നെ അവരുടെ ഉപജീവന മാർഗം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത്തവണ വയനാട്ടിൽ ഓണപ്പരിപാടികളൊന്നും തന്നെയില്ല. ഓണം ആഘോഷിക്കാൻ ഒരുങ്ങവെയാണ് ദുരന്തം എല്ലാം കവർന്നെടുത്തത്. അപ്പോൾ ഉരുളുപൊട്ടി സംബന്ധമായിട്ടുള്ള ഇവിടെ കടയും കച്ചവടക്കാരും ആൾക്കാരും ജനങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് കടയും കച്ചവടമൊക്കെ തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കച്ചവടമൊക്കെ വളരെ മോശമാണ്. പോലീസുകാർ ആൾക്കാരെ അതൊന്നും ഇവിടുന്ന് ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ അതിജീവനം ഓണമൊക്കെ അങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഓണമൊന്നും ആർക്കൊന്നും ഇല്ല. എന്നാലും അതെന്താ ചെയ്യുക, എങ്ങനെ ചെയ്യാമെന്ന് വീഴ്ചക്കാണ്. കച്ചവടമൊക്കെ വളരെ കുറവാണ്, ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. 30 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ കാരണം കൊണ്ട് ഇവിടെ പിന്നെ ഓണത്തിൻ്റെ പരിപാടികളും എല്ലാ മറ്റേ നബിദിനത്തിൻ്റെ പരിപാടികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇക്കൊല്ലാതെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. ജനങ്ങൾ കംപ്ലീറ്റ് ഇവിടുന്ന് മാറിപ്പോയി. പിന്നെ നമ്മൾ ഇവിടുന്ന് താമസിക്കുന്നത് 10, 60, 40 കിലോമീറ്റർ അപ്പുറമാണ്. വീട് ഇവിടെ തന്നെ ഉള്ളത്. വീടൊക്കെ മണ്ണ് മൂടി ഇപ്പോഴും കിടക്കുകയാണ്. അത് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വീണ്ടും ദുഃഖം വിതച്ച് ജെൻസന്റെ മരണം. ഉരുൾപൊട്ടലിൽ കുടുംബമൊന്നാകെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരൻ. ഈ സങ്കടക്കടലിനിടയിലും പ്രതീക്ഷയുടെ പൊൻസൂര്യൻ ഉദിക്കുന്നതും കാത്തിരിക്കുകയാണ് വയനാട്ടുകാർ. അച്ഛനും അമ്മയും കൂട്ടങ്ങളും കുടുംബങ്ങളും നഷ്ടപ്പെട്ടു പോയവർക്ക് നഷ്ടപ്പെട്ടു പോയി. അതെന്തായാലും നമുക്ക് തിരിച്ചെടുക്കാൻ കിട്ടൂല. പക്ഷേ ഇവിടുന്ന് കുറേ ആൾക്കാർ മാറി താമസിച്ചിട്ടുണ്ട്. നാടിനെ ഒറ്റപ്പെട്ടുകൊണ്ട് നമ്മളിവിടുന്ന് അവരെ അന്നത്തെ സ്ഥിതി അങ്ങനെയാണ്, സിറ്റുവേഷൻ അങ്ങനെയാണ്. നമ്മളവരെ കുറ്റം പറയുന്നില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് അവരിവിടുന്ന് മാറി താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തിരിച്ചു വരണം. നമ്മളെ നാട് വീണ്ടും പഴയ രീതിയിൽ കൊണ്ടുവരണം. അത് സ്കൂളും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ സർക്കാർ ഭാഗത്തു നിന്ന് പിന്തുണ ഉണ്ടായി. അത് എവിടെയെങ്കിലും നല്ലൊരു സ്ഥലം കണ്ടെത്തി അത് ഇവിടെ അടുത്ത് തന്നെ നല്ല സ്കൂളൊക്കെ സർക്കാർ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീരുന്ന വിഷയങ്ങളേ ഉള്ളൂ. കാരണം അട്ടമല എന്ന് പറഞ്ഞ പ്രദേശത്ത് ഉരുൾ പൊട്ടാനില്ല, മലയില്ല, ഒന്നുമില്ല. നല്ല പ്രദേശമാണ്. ഒരു രാത്രി കൊണ്ട മഹാദുരന്തത്തിൽ ഒലിച്ചുപോയ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരൽമല. മറ്റൊരു ഓണക്കാലം കൂടി വരുന്നതോടെ പുത്തൻ സൂര്യൻ ഉദിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. വിലങ്ങാടും ഒരു വിങ്ങലാണ്. അടിച്ചിപ്പാറ മലയാണ്. അവിടെ നിന്നും ആർത്തലച്ചു വന്ന കല്ലും മണ്ണും ഇവിടെയുള്ള നൂറുകണക്കിന് ജനങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് 1 മാസം കഴിഞ്ഞു. പുനരധിവാസമെന്നത് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. പുതിയൊരു ഓണം വരികയാണ്. വിലങ്ങാടിനെ ജനങ്ങൾക്ക് ഓണമെന്നത് ഓർമ്മകൾ മാത്രമായി കടന്നുപോകുന്നു.
രാത്രി ഒരു 11 മണി സമയങ്ങളിൽ നല്ല മഴയായിരുന്നു. രാത്രി ഏകദേശം ഒരു 12-1 മണിയായപ്പോൾ നല്ല മഴ തന്നെ. ബാക്കിൽ നിന്ന് ടാങ്ക് അതും ഇതൊക്കെ ഒഴുകി വരുന്നുണ്ടായിരുന്നു മുറ്റത്ത് കൂടെ. ആ സമയത്തെല്ലാം നമ്മൾ ഉറങ്ങാണ്ട് തന്നെയുള്ളത് രാത്രി. ഏകദേശം ഒരു 3:37 ഇങ്ങനെ സമയത്താണ് എന്തോ ശബ്ദം കേട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ചെളി വരുന്നു. പെങ്ങളുണ്ടായിരുന്നു രാത്രി ഈ ഉറങ്ങുന്നത് സെൻട്രൽ ഹാളിലും മുകളിൽ. ആ സമയത്ത് പെങ്ങളെ വിളിക്കാനൊന്നും തയ്യാറായിട്ടില്ല. ഇറങ്ങി അട്ടാതം കൊടുത്തിട്ട് ഇറങ്ങി ഓടി. അന്നേരത്തേക്ക് പെങ്ങളെ പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. ഒരു കല്ല് തട്ടി വീണ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും പെങ്ങളും ചെളിയിൽ വീണ് കിടക്കുന്ന സമയമാണ് കണ്ടത്. അങ്ങനെ വെള്ളത്തിൻ്റെ അപ്പുറത്ത് തന്നെ ഉള്ളത് ഞാനും പെങ്ങളും. എന്തോ ഒരു ഭാഗത്തിന് ബാക്കിൽ ഒരു ബാത്റൂമൊക്കെ ഉണ്ട്. അത് ഉരുളുപൊട്ടി അങ്ങ് പോയ സമയത്ത് വെള്ളം ചെറുതായിട്ട് ഈ സൈഡിലേക്ക് ഒഴുക്ക് നിന്നേരെ നമ്മളത് രക്ഷപ്പെട്ടാണ്. ചേർത്തുപിടിച്ചും കൂടെ നിന്നും കേരള മനസാക്ഷി വയനാടിനെന്ന പോലെ ഈ നാടിനും തണലൊരുക്കി. മനുഷ്യസാധ്യമായത് 2 ഇടങ്ങളിലേക്കും ഒരത്ഭുതം പോലെ പ്രവഹിച്ചു. ഇനിയുള്ളത് സർക്കാരിനെന്ന് ചൊല്ലി വിശ്വസിച്ചേൽപ്പിച്ചു. കേരളം ഓണാഘോഷ നാളുകളിലേക്ക് കടക്കുമ്പോൾ ആ ആഘോഷങ്ങളിൽ വിലങ്ങാടില്ല. അവിടെ അനാഥമായ മണ്ണിനു മുകളിൽ കൂറ്റൻ പാറകളും വൻ മരങ്ങളും സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ്. തെങ്ങും കവുങ്ങും വാഴയും ഇഞ്ചിയും റബ്ബറുമെല്ലാം ആഴ്ന്നിറങ്ങിയ ഭൂമി ഇപ്പോൾ ഒരു ഭീകര ബിംബം പോലെ പേടിപ്പെടുത്തുന്നു. എല്ലാ ആഘോഷങ്ങൾക്കും താളം പിടിച്ച ഭൂമിയായിരുന്നു വിലങ്ങാടേത്. എന്നാൽ ആ നശിച്ച രാത്രി കഴിഞ്ഞ വർഷം ഒത്തൊരുമിച്ച് ഓണമാഘോഷിച്ച 100 കണക്കിന് കുടുംബങ്ങളെ നാനാ ദിക്കുകളിലേക്ക് അകറ്റി. മുൻ വർഷങ്ങളിലെ ഓണം ഓർത്തെടുക്കുമ്പോൾ നിരാശയുടെ സ്വരമാണിവർക്ക്. ഇത്തവണ ഓണാഘോഷങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എല്ലാവരും ഈ ഒരു ദുഃഖത്തിൻ്റെ ഇതിലാണുള്ളത്. കയ്പ് നീരല്ലേ കുടിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇത് പ്രകൃതിയുടെ ഒരു വിളയാട്ടം. വിലങ്ങാട് ഓണാഘോഷങ്ങളുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിൽ തന്നെയായിരുന്നു. പിന്നെ ആ കൊറോണയുടെ സമയത്ത് മാത്രമൊക്കെ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇല്ലാത്തൊരു സമയം വന്നിട്ടുള്ളൂ. അല്ലാത്ത ഇവിടെ ഒരു 3-4 ഇടവക പള്ളികളുണ്ട്. കൂടുതൽ ക്രിസ്ത്യൻസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പള്ളിക്കലായിരിക്കും മിക്കവാറും ഓണാഘോഷ പരിപാടികൾ. കുട്ടികൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നടത്താറുണ്ട്. എല്ലാ വർഷവും എല്ലാ ഇടവക പള്ളികളിലും പിന്നെ അങ്ങനെ അല്ലാത്ത മേഖലകളിൽ അങ്ങനെ നടത്താറുണ്ട്. പുനരധിവാസ പാക്കേജ് എവിടെയും എത്തിയില്ല. മാറി താമസിച്ചവർക്ക് വീട്ടുവാടക അനുവദിച്ചില്ല. നാളിതുവരെയായി ആകെ നൽകിയത് 5000 രൂപ മാത്രം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് അത് ചെയ്തില്ല എങ്കിൽ ജനങ്ങൾക്ക് ആപ്പാടെ ഒരു അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ സമയം കുറച്ച് താമസിച്ച് പോയി. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. എപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യം ഞങ്ങൾ ചെയ്തു എന്ന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചെയ്യേണ്ട ഓരോ സമയങ്ങളുണ്ട്. ആ സമയത്ത് നമുക്ക് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങളും കാര്യങ്ങളും ആ സമയത്ത് നമ്മുടെ ആവശ്യത്തിന് ഉപകരിക്കുന്ന രീതിയിൽ അത് നമ്മുടെ കൈകളിലെത്തണം. എങ്കിലേ നമുക്കത് 100% നമുക്കത് വിശ്വസിക്കാനും അതുപോലെ തന്നെ നമുക്കത് പ്രതീക്ഷിക്കാനും സാധ്യതയുള്ളതിൽ അങ്ങനെ കിട്ടേണ്ട ഒരു സാഹചര്യങ്ങളാണ് വേണ്ടിയത്. ഇതൊക്കെ നമുക്ക് ഈ ചില സംഭവങ്ങളെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് കിട്ടേണ്ട ചില കാര്യങ്ങൾ അത് ഒരുപാട് വൈകിപ്പിച്ച് ഒരുപാട് തീരുമാനങ്ങളെടുത്ത് കൂടിയാലോചനകൾ എടുത്ത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. 100-ലധികം ഉരുളുകൾ പൊട്ടിയ വിലങ്ങാടിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന പല മേഖലകളിലും മന്ത്രിമാരോ MLAയോ പോലും എത്തിയില്ല. അവരേതോ ഓഫീസ് മുറിക്കകത്തിരുന്ന് നാശനഷ്ടങ്ങൾ തിട്ടപ്പെടുത്തി.
ഓണവുമായിട്ട് പിന്നെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇപ്രാവശ്യം ഒരു ഓണം എന്ന് പറയാനില്ല. കാരണം വെച്ചാൽ വലിയൊരു ദുരന്തം തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. കാരണം നമ്മളെ കയ്യിലൊന്നുമില്ല, പൈസയില്ല, പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാനുള്ളൊരു സംവിധാനമില്ല. അങ്ങനെ മൊത്തത്തിൽ വലിയൊരു വിഷയം തന്നെയാണ് നിലനിൽക്കുന്നത്. വിളകൾ ഒരുപാട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മളെ തെങ്ങും കവുങ്ങും പിന്നെ കുരുമുളകും അതുപോലെ തന്നെ അതിനോട് സംബന്ധിച്ചിട്ട് പിന്നെ ഭൂമികളും ഇങ്ങനെ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പം മൊത്തം ശരിക്കും കൂടടിച്ച് നിരത്തിയാണ് സംഗതി ഈ ഒരു ഉരുളിൻ്റെ ആഘാതം സംഭവിച്ചത്. ഇവിടെ 100-ൽ അധികം ഉരുളുകൾ അവിടെ പൊട്ടിയിട്ടുണ്ട്. പൂർണ്ണമായി എല്ലാ സ്ഥലങ്ങളിലും ഇവിടെയുള്ള അധികാരികൾക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. പിന്നെ വ്യാപകമായ നഷ്ടങ്ങൾ, കൃത്യമായ കണക്കുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അത്രയും നഷ്ടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ പ്രദേശത്ത്. കേന്ദ്ര സംഘം വന്ന് നിരീക്ഷണങ്ങൾ നടത്തി പോയതാണ്. ഇവിടെ ഈ പ്രദേശങ്ങൾ വാസയോഗ്യമേ അല്ല എന്ന്. വിലങ്ങാട് പ്രദേശം എന്ന് വെച്ചാൽ വാസയോഗ്യമേ അല്ല, അവിടെ താമസിക്കാൻ ഒരു കാരണവശാലും പാടില്ല എന്നാണ് പറയുന്നത്. എന്തിന് ഉരുൾപൊട്ടിയ പല മേഖലകളിലും ആകെ എത്തിയ ഏക ദൃശ്യമാധ്യമം ജനം TV-യാണ്. MLA ഒക്കെ വന്നിട്ട്, പക്ഷെ ഇങ്ങോട്ട് നമ്മളെ കണ്ടിട്ടില്ല ആരും വന്നിട്ട്. നമുക്ക് എന്നുവെച്ചാൽ താഴെയൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു, MLA വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നായിട്ട് ഇല്ല. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ബാക്കി ചെറിയ പൊട്ടും കാര്യമൊക്കെ ഉണ്ട് വീണിട്ട്. അതുകൊണ്ട് ഒരു റെസ്റ്റാണ്, 6 മാസം റെസ്റ്റാണുള്ളത്. പുറത്തെവിടെയും പോകുന്നില്ല. ഇപ്പോൾ പെങ്ങളാണ് അതിന് വേണ്ടിയിട്ടുള്ള ഓടുന്നത്. ഇവിടെ ഒരു റിപ്പോർട്ടുകാർ അങ്ങനെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. ചിലർ വന്നിട്ട് അപ്പോൾ 5 കിലോ അരി അല്ല പച്ചക്കറി അതൊക്കെ കിട്ടുന്നുള്ളൂ. വേറെ നമുക്കൊന്നും സഹായമൊന്നും കിട്ടുന്നില്ല. മറ്റാരേക്കാളും ഈ ഓണമുണ്ടേണ്ടത് ഇവരായിരുന്നു. കൂടെയുണ്ട് സർക്കാർ എന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. ഓണത്തിനായി ഒരു കിറ്റ് പോലും നൽകിയില്ല. ഇപ്പോൾ ഇവിടുത്തെ ഏകദേശ നാശനഷ്ട കണക്ക് സർക്കാർ എടുത്തത് 300 കോടിയാണ്. അതിനൊക്കെ മുകളിലാണ് ഇവിടുത്തെ കണക്ക് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ എല്ലാ പ്രദേശങ്ങളിലൊന്നും സർക്കാരുകളോ അല്ലെങ്കിൽ വിവിധ ഉദ്യോഗസ്ഥന്മാരോ എത്തിപ്പെടാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. കാരണം ഏകദേശം ഒരു 60-70ഓളം സ്ഥലങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം മാടാഞ്ചേരി, പറമ്പടി മേഖലയിലൊക്കെ ഏക്കർ കണക്കിന് സ്ഥലമാണ്. ഒരാൾ തന്നെ 3 ഏക്കർ സ്ഥലം മുഴുവനായിട്ടും പോയിട്ടുണ്ട്. അവിടെയുള്ളത് വനവാസികളാണ്. വനവാസികളുടെ ഭൂമി 1 സെൻറ്റ് പോലും ബാക്കിയില്ലാതെയാണ് അവിടെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഓണക്കോടിക്കായി മനം തുടിക്കുന്ന തങ്ങളുടെ പൊന്നോമനകളുടെ സന്തോഷത്തിനായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിസ്സഹായതയിലാണിവർ. ഓണമെന്നാൽ ഒത്തുകൂടലിൻ്റെയും സന്തോഷത്തിൻ്റെയും എല്ലാം നാളുകളാണ്. എന്നാൽ ഇക്കുറി വിലങ്ങാടിന് ഓണാഘോഷങ്ങളില്ല, ആരവങ്ങളില്ല, സന്തോഷങ്ങളില്ല. കഴിഞ്ഞ 40 ദിവസം മുമ്പ് ഇവിടെ പൊട്ടിയ ഉരുളിൽ അവരുടെ സന്തോഷങ്ങളും ആരവങ്ങളുമെല്ലാം നിലച്ചു. പക്ഷേ അതിനെ അങ്ങനെ കണ്ടില്ലെന്ന് നടിക്കരുത് നമ്മുടെ സർക്കാർ. പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടുന്ന ഈ സമൂഹത്തിനൊപ്പം സർക്കാർ ഉണ്ടാവണം. നമ്മൾ എപ്പോഴും ഉണ്ടാവണം.